ഞാൻ അമ്മയുടെ മുന്നിൽ അങ്ങനെ കഴിച്ചിട്ടൊന്നും പോകത്തൊന്നുമില്ല. ഡിവോഴ്സിൻ്റെ സമയത്താണെന്നെങ്കിൽ കഴിച്ചിട്ട് അമ്മയുടെ ഫ്രണ്ടിൽ പോയായിരുന്നു. അധികമായിട്ട് അങ്ങനെ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാത്ത ആളായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഞാൻ പിന്നെ ഒരു അഡിക്റ്റഡ് ആയി പോയ പോലെ ആയിരുന്നു. ഡിവോഴ്സിന്റെ ആ ഒരു ഇതിൽ ഒപ്പിടാൻ പോയിട്ട് ഇനി ഇല്ലമ്മ ഞാൻ ചെയ്യത്തില്ല. ഞാൻ ആദ്യം വിചാരിച്ചതൊക്കെ എൻ്റെ ലൈഫ് തീർന്നു, എനിക്ക് മുന്നോട്ട് ഇനി ഒന്നും ഇല്ല, സൂയിസൈഡ് ചെയ്താലെന്നൊക്കെ ആലോചിച്ചായിരുന്നു. പതുക്കെ പതുക്കെ ആ പഴയ കാര്യങ്ങളൊക്കെ മറന്നു തുടങ്ങി. മീൻസ് നേരത്തെ എനിക്കത് മറക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ യാത്രയിലൊക്കെ പുതിയ പുതിയ ആളുകളെയും പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് അമ്മയെ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്തായിരിക്കും? എന്തിനും ചിരിച്ചുകൊണ്ട് നേരിടുക എന്നുള്ള. ദുഃഖം വന്നാലും വിഷമം വന്നാലും ചിരിക്കുക എന്നുള്ളതാണ്. ഒരു സമയത്തൊക്കെ ഞാൻ ഫുൾ ഡൗൺ ആയിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ ഇപ്പൊ മാറി. ഒരു വർഷത്തോളം ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. പുറത്തോട്ട് ആരുമായിട്ട് അങ്ങനെ കണക്ട് ഒന്നും ഇല്ല, സംസാരിക്കത്തൊന്നും ഇല്ലായിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. ആൾക്ക് പനിയായിട്ട് 4 ദിവസം അവർ നോക്കി എന്നുള്ളത് ഒരു പരിചയം പോലും ഇല്ല. നമ്മളാണ് അതിന് ചെയ്യത്തില്ല. നന്ദി അവരോട് എങ്ങനെ പറയേണ്ടത് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് വീഡിയോയിൽ അവരോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത്രയും സപ്പോർട്ടാണ് നമ്മൾ ഡൗൺ ആയി നിന്നപ്പോഴൊക്കെ എനിക്ക് വന്നത്. കാരണം ഒരു മെസ്സേജ് ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കൊരു ഉള്ളിലൊരു സന്തോഷം വരും. അമ്മ എന്തിനും തയ്യാറാണ്. ഞാൻ അവരോട് പറയും. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അമ്മ പുറത്തായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തോട്ട് തന്നെ വന്നു. ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പോഴത്തേനും അതിന്റെ അടിയിൽ വീഡിയോ ചെയ്യാത്ത എന്താ വാ കേറി വാ. ചില വീഡിയോയുടെ കമന്റ് നോക്കില്ലേ പോലും അമ്മ ഫുൾ ഇരുന്ന് കമന്റ് എല്ലാം വായിക്കും. അപ്പൊ ഞാൻ ഓർക്കും ഞങ്ങളെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും 10 ഇരട്ടിയാണ് ഇവൻ ആളുകളെ സ്നേഹിക്കുന്നത്. അപ്പൊ അതൊരു വലിയ കാര്യം തന്നെ. ഹലോ, എല്ലാവർക്കും മൂവി വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഉള്ളത് അവിനാശും അമ്മയുമാണ്. അവിനാശ് എന്ന് പറയുന്നതിനേക്കാളും അവി വ്ളോഗ്സ് എന്ന് പറയുന്നതായിരിക്കും നല്ലതല്ലേ? അപ്പൊ രണ്ടുപേർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് സത്യം പറയാലോ, എനിക്ക് ഇവിടെ വന്നപ്പോ തന്നെ ഇഷ്ടപ്പെട്ടത് അമ്മേനെയാ. എന്താ സ്മാർട്ട്, എന്താ കൂള്. അമ്മ ആദ്യമായിട്ടാന്ന് തോന്നുന്നു അല്ലേ ഒരു ഇന്റർവ്യൂവിന് നിൽക്കുന്നേ? ഒരു 7 വർഷം അല്ലേ? 7 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. 7 മുകളിലായി കോവിഡ് ടൈമില് അതിനു മുകളിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കൊറേ വീഡിയോസ് വന്നപ്പോ അതിന്റെയൊക്കെ താഴെ ഏറ്റവും കൂടുതൽ കമന്റ് വന്നത് ഞങ്ങൾക്ക് പണ്ടത്തെ അവിനാശിനെ വേണമെന്നാണ്. അതെന്താണ് പണ്ടത്തെ അവിനാശ് എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും ഇപ്പോഴും കമന്റ്സിൽ മൊത്തം വന്നത് നിങ്ങൾക്ക് ആർക്കും ഇയാൾ അറിയില്ല, സോളോ ട്രാവലർ ആയിരുന്നു, വളരെ അടിപൊളിയായിട്ട് വീഡിയോസ് ചെയ്തിരുന്ന ആളായിരുന്നു. ഇപ്പൊ ട്രാവൽ ഒന്നും ചെയ്യുന്നില്ല കുറച്ച് നാളായിട്ടല്ലേ? അപ്പൊ അത് ഒരുപാട് പ്രേക്ഷകർ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു 7 വർഷം മുമ്പല്ലേ ആ ട്രാവൽ ചെയ്തത്? എന്നായിരുന്നു ഫസ്റ്റ് സോളോ ട്രാവൽ? എപ്പോഴായിരുന്നു? ഞാൻ ആദ്യമായിട്ട് പോയത് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് നേപ്പാൾ വരെ സീറോ വിത്തൗട്ട് പൈസ ഒന്നും ഇല്ലാതെ ലിഫ്റ്റ് അടിച്ച് പോയതായിരുന്നു. അങ്ങനെ പോയപ്പം ആദ്യം 5000 പേരൊക്കെ, അത് ഭയങ്കര വ്യൂസ് ആയിരുന്നു അന്ന്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരു യാത്ര പ്ലാൻ ചെയ്ത് ഓൾ ഇന്ത്യ പോകാന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ കയ്യിൽ അന്ന് സ്കൂട്ടർ ഡിയോ ആയിരുന്നു, ഹോണ്ട ഡിയോ ആയിരുന്നു. അപ്പൊ ആ സ്കൂട്ടറിൽ തന്നെ പോകാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങ് ഇറങ്ങി തിരിച്ചാണ്. പക്ഷെ അതിലങ്ങ് ക്ലിക്കായി, വീഡിയോ ഒക്കെ റീച്ചായി. പിന്നെ ഒരുപാട് ആൾക്കാർ മീൻസ് സ്നേഹിക്കാൻ തുടങ്ങി. അന്നത്തെ ആ വീഡിയോയുടെ ഒരു ഇമ്പാക്ട് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതൊരു വീഡിയോന്റെ താഴെയുണ്ട് നമുക്ക് നമ്മുടെ പണ്ടത്തെ അവി വ്ളോഗ്സിനെയാണ് വേണ്ടത്. അതിൽ ഏറ്റവും എല്ലാവരും പറയുന്നത് ഇപ്പൊ പുതുതായിട്ട് ഒരു ബൈക്ക് എടുത്തല്ലേ? ആ ബൈക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് പണ്ടത്തെ ഡുവോ ബൈക്കിൽ പോയ ആളുടെ സോളോ. പിന്നെ ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യാൻ അതിനു വേണ്ടിയിട്ടായിരുന്നു വണ്ടി എടുത്തത്. യാത്ര പോകാൻ വേണ്ടിയിട്ടായിരുന്നു വണ്ടി എടുത്തത്. ആണല്ലേ? അപ്പൊ ഇനി നമുക്ക് അമ്മയുടെ കൂടെ പോവാം അല്ലേ? അമ്മ എന്തിനും തയ്യാറാണ്. ഞാൻ ഇവരോട് പറയും, എന്നോട് പറയാം അമ്മ നമുക്ക് എങ്ങനെയാ? ഞാൻ ശരി ഓക്കെ പോവാം. ഈ പുതിയ വണ്ടി വന്നപ്പം പ്ലാൻ ചെയ്തപ്പോ അമ്മയ്ക്ക് ആദ്യം കൈക്ക് ഒരു ഫ്രാക്ചർ വന്നായിരുന്നു. അപ്പൊ അതൊന്ന് മാറട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അച്ഛന് വണ്ടാനത്തായി. അച്ഛൻ്റെ അടുത്ത ആള് വേണമായിരുന്നു. റിബ്സിനാണെങ്കിൽ പൊട്ടൽ വന്നായിരുന്നു, ഒരു മരം വീണിട്ട്. അപ്പം അമ്മ ഹെൽപ്പിന് വേണമായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോ പിന്നെ കുറച്ച് നാള് ആൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ അതങ്ങ് ക്യാൻസൽ ആയി. പിന്നെ നമ്മളൊരു ചെറിയൊരു സ്റ്റാർട്ടപ്പും തുടങ്ങിയായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ തിരക്ക് കാരണം യാത്ര ഒഴിവാക്കിയിട്ടില്ല, കുറച്ചൊന്ന് പോസ്റ്റ്പോൺ ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ അമ്മയ്ക്ക് ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അമ്മ എപ്പോഴും ഇങ്ങനെയാണോ? അമ്മ എപ്പോഴും ഇങ്ങനെയാണ് അല്ലേ? എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അവിനാശിന്റെ ലൈഫിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് വന്നാലും കൂടെ ഏറ്റവും അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ് അല്ലേ? അതെ. അമ്മ എനിക്കൊരു പ്രശ്നം വന്നപ്പോ അമ്മ പുറത്തായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തോട്ട് തന്നെ വന്നു. ഞാൻ 2 മാസം വന്നതാ, പിന്നെ പോയില്ല. ഓക്കെ. അപ്പൊ അവിനാശിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ശ്രമിച്ചു ജനുവരിയിലേക്ക് വരാനായിട്ട്. അപ്പൊ ഇവനങ്ങനെ ഡൗൺ ആയി നിൽക്കുന്ന. അപ്പൊ എന്നെ വിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഏപ്രിലിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ ശരി ഓക്കെ. അവരോട് ഞാൻ പറഞ്ഞു 2 മാസം ലീവിന് ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഉടനെ പ്ലാൻ ചെയ്തിട്ടാണ് പോക്ക് ക്യാൻസൽ ചെയ്തിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ്. അവരോട് പറഞ്ഞില്ല. അപ്പൊ ഇവിടെ വന്നു. പിന്നെ 2 മാസം കഴിഞ്ഞപ്പോ അവര് വിളിച്ചപ്പോ ഞാൻ വരുന്നില്ല. പിന്നെ അമ്മ കൂടെ ഉണ്ട്. പിന്നെ അതിന് അന്ന് മുതല് അവിനാശിനോട് എവിടെ വേണേലും
ഏറ്റവും വലിയ ബലം അതല്ലേ അവിനാശേ, അതെ, അല്ലേ? അതെ. നമ്മളുടെ കൂടെ ഒരാള്, അത് നമ്മളുടെ അമ്മ, നമ്മളെല്ലാം മനസ്സിലാക്കുന്ന അമ്മ ഉള്ളത്, അത് പോസിറ്റീവ് ആയിട്ടുള്ള അമ്മ. അമ്മ എന്റെ അടുത്ത് ഇങ്ങനെ പറയായിരുന്നു, നമ്മൾ കയറി വന്നപ്പോ തന്നെ ഇങ്ങനെ ഓരോ സംസാരിച്ചപ്പോ പറയായിരുന്നു, എനിക്ക് കൊച്ചി കാണുന്ന ഇഷ്ടാ, അതെ. എനിക്ക് കൊച്ചിയിൽ പോകുന്ന ഇഷ്ടാ. അമ്മയ്ക്ക് വലിയ വലിയ ആഗ്രഹങ്ങളില്ല, കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളേ ഉള്ളൂ. അതെ, എനിക്ക് എന്റെ മമ്മീനെ ഓർമ്മ വന്നു. അമ്മയുടെ അടുത്ത് സംസാരിച്ചപ്പോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെ അവർക്ക് ഉണ്ടാവുള്ളൂ. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് പറയും, നമ്മളത് എങ്ങനെയെങ്കിലും ഒന്ന് അപ്പം സാധിച്ചു അതുകൊണ്ട് മാക്സിമം ഞാൻ അമ്മ മിക്കവാറും എന്നെ അമ്പലത്തിൽ പോകാൻ വിളിക്കും. അപ്പൊ ഞാൻ മിക്ക ദിവസം രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോവന്. അങ്ങനെ ഒന്നോ ഡൗൺ അല്ലേ, അപ്പൊ ആളൊന്ന് ആക്റ്റീവ് ആട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ രാവിലെ പോവും. ഇപ്പൊ പോയി പോകാത്ത ചായ ഒക്കെ അമ്പലങ്ങളില്ല. കുടിച്ച് അമ്പലത്തിലൊക്കെ പോയി ചായ കുടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരും. അതാണ് നമ്മുടെ സന്തോഷം, അതെ. അല്ലേ? അതെ, ഇപ്പൊ നേരത്തെ അമ്മ പറഞ്ഞ പോലെ അവിനാഷിന് ഒരു ബ്രേക്ക് വന്നാലും ആളുകൾ മറന്നിട്ടില്ല. അതാണല്ലോ ഇല്ല, നമ്മൾ ഇല്ല. ചെയ്യുന്ന ഏറ്റവും വലിയ മീൻസ് ഇമ്പാക്ട്. അതാണ് ഇവിടെ ഞാന് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പോഴത്തേനും അതിന്റെ അടിയിൽ വീഡിയോ ചെയ്യാത്ത എന്താ, വാ വാ കേറി വാ ഇവൻ കേറി വാ കേറി. അതെ, എനിക്ക് പോലും ഇല്ലാത്ത ആഗ്രഹങ്ങളാണ് അവർക്കുള്ളത്. അതെ, മീൻസ് കോൺഫിഡൻസ് ആണ് അവർക്ക് ഭയങ്കര അവിനാഷിന്. സപ്പോർട്ടാ. ഞാൻ എങ്ങനെയെങ്കിലും വീഡിയോ ഇടണം, പക്ഷെ അത് ഞാൻ എപ്പോഴും പറയുന്ന ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അപ്പൊ ആൾക്കാർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതെ, ഇപ്പോഴും മീൻസ് മുന്നോട്ട് പോകുന്നതിന്റെ ഒക്കെ റീസൺ ഒക്കെ ഇവരെല്ലാവരും ആണ്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും വീഡിയോ ചെയ്യുക, എപ്പോഴെങ്കിലും മെസ്സേജ് അയക്കും, ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് മെസ്സേജ് അയക്കാറുള്ളത്. അതെ, അതൊക്കെ നമുക്ക് പിന്നെ ഒരു വലിയൊരു സബ്സ്ക്രൈബർ ഫുൾ സപ്പോർട്ടാണ്. അതാണ് ഒരു ഭയങ്കര. അതെ, നമ്മൾ അന്വേഷിക്കുക. എനിക്ക് തോന്നുന്നു ചില സമയത്ത് നമുക്ക് തോന്നാറില്ല, നമ്മുടെ ലൈഫിൽ ഭയങ്കര ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ നമ്മളുടെ കൂടെ നിൽക്കുന്ന നമ്മൾ അറിയുന്നവരെക്കാൾ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഒരു പരിചയം ഇല്ലാത്തവരായിരിക്കും. അതെ, അതെ. ഇതുപോലുള്ള സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. അത് നമുക്ക് തരുന്ന ഒരു ബലം എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും, അല്ലേ? വളരെ വലുത് തന്നെയാണ്. ഒരു സമയത്തൊക്കെ ഞാൻ ഫുൾ ഡൗൺ ആയിരുന്നു, പക്ഷെ അവിടെ നിന്നൊക്കെ ഇപ്പൊ മാറി, ഇപ്പൊ എല്ലാം ഓക്കെ ആയിരുന്നു. പറയും കേറി വാ അടിച്ച് കേറി വാ മോനെ കേറി വാ എന്നും പറഞ്ഞിട്ട് ഫുൾ സപ്പോർട്ട്. മെസ്സേജുകളാ വരുന്ന സന്തോഷം തോന്നും. സന്തോഷം. ശരിക്കും നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല. അതെ. എന്നിട്ട് പോലും അവര് പറയുന്നുണ്ട് എന്റെ മോനെ പോലാണ്, എന്റെ അനിയനെ പോലാണ്, കേറി വാ. അപ്പൊ ഞാൻ അവിനാശോട് പറഞ്ഞു, "അവിനാശേ, ഇത് കാണുന്നില്ലയോ, കേറി വാ." അതെ, എനിക്ക് തോന്നുന്നു അമ്മയുടെ ഈ ഒരു ഫേസ് എല്ലാവർക്കും അങ്ങനെ, കാരണം ഇന്റർവ്യൂവിൽ ആദ്യമായിട്ടാണല്ലോ അമ്മ വരുന്നത്. അപ്പൊ ഇപ്പോഴായിരിക്കും അമ്മ ഇത്രയും ചില്ലാണ്, ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്ന് അറിയണം. മേ ബി അവിനാഷിന്റെ ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിൽ ഏറ്റവും സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നതും അമ്മ തന്നെയായിരിക്കും. ഞാൻ വീഡിയോ എടുക്കുമ്പോ പോലും അമ്മ അങ്ങനെ എത്ര ആക്റ്റീവ് ആകില്ല. അമ്മ പെട്ടെന്ന് ക്യാമറ ഉള്ള ഒരു ഫിയർ കാണിക്കും. അപ്പൊ അങ്ങനെയൊന്നും അല്ല കേട്ടോ, അതൊക്കെ വെറുതെയാണ്. അമ്മ ശരിക്കും ഭയങ്കര ചില്ലാണ്. ഇനി അമ്മയുടെ കൂടെയാണ് നമ്മൾ വ്ലോഗ് ഇടാൻ പോകുന്നത്. അങ്ങനെ കൂടുതൽ ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ നാട്ടിലുണ്ട്, ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടായിരുന്നു. വീഡിയോസിലുണ്ടായിരുന്നു കുറെ പേര്, പണ്ടത്തെ വീഡിയോസിൽ. അതിനു മുന്നേ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടായിരുന്നു. പിന്നെ അതിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ മരിച്ചു പോയായിരുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊന്നും, പിന്നെ ഞാൻ മീൻസ് ആ ഒരു സ്ഥലത്തോട്ട് എങ്ങോട്ടും അങ്ങനെ പോകത്തൊന്നുമില്ലായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഞാൻ പിന്നെ ഒരു യാത്ര ചെയ്ത് തുടങ്ങിയത്. ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ ശരിക്കും ഡൗൺ ആയിപ്പോയി. ഞങ്ങളും പേടിച്ചു പോയി. കാരണം ഫുൾ ടൈം അങ്ങ് കരച്ചില്ല. അത് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു കുഞ്ഞായിരുന്നു. ഒരു ആക്സിഡന്റ് പെട്ടെന്ന് മരിക്കുക എന്ന് പറയുമ്പോഴത്തേനും ഷോക്കായി പറ്റില്ല. എനിക്ക് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ നാള് പിന്നെ ഞാൻ വീട്ടിൽ എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് എല്ലാം കായംകുളത്തായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകാതെ വന്ന് പിന്നെ ഞാൻ ഒരു യാത്ര അങ്ങ് പോയതാണ്. അങ്ങനെയാണോ വ്ളോഗിംഗ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത്? വ്ളോഗിംഗ് അതിന് മുന്നാണ്. ഞാൻ വീട്ടില് പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഗപ്പി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോ ചുമ്മാ ചെയ്തു. ഗപ്പിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഗപ്പിയുടെ വീഡിയോസ്, അതായത് ഗപ്പി ഇനി എന്താ എങ്ങനെ വളർത്തണം എന്നുള്ള വീഡിയോ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ വീഡിയോ ചെയ്ത് പിന്നെ ഇതായിട്ട് പിന്നെ ഒരു യാത്ര ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ നേപ്പാളിലേക്ക് ഒരു യാത്ര പോയത്. പറഞ്ഞില്ല, ഞങ്ങളോട് പറഞ്ഞു എറണാകുളത്ത് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഇറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ നേപ്പാളിൽ പോവാന്ന്. അപ്പൊ നമ്മുടെ ഒരു ബന്ധു വിളിച്ചിട്ട്, മോൻ നേപ്പാളിൽ പോയോ? അപ്പൊ ഞാൻ വിളിച്ച്, ഞാൻ എറണാകുളത്ത് പോയത്, വേഗം ഇവിടെ അന്ന് എനിക്ക് 19 വയസ്സായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ പേടി എന്ന് പറയുന്ന സംഭവം അറിയത്തില്ലായിരുന്നു. പിന്നെ ആൾക്കാർ കമന്റിലൂടെയാണ് പറയുന്നത് അവിടെ ഇത്രയും പ്രശ്നമുണ്ട്. മഹാരാഷ്ട്രയിലൊക്കെ പോയപ്പോൾ അവിടെ പ്രശ്നമുണ്ട്. ഞാൻ അവിടെ റോഡ് സൈഡിലൊക്കെ ആയിരുന്നു കിടന്നത്. എന്നാൽ 0 ബഡ്ജറ്റിൽ ട്രാവൽ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തില്. പക്ഷെ അത് സക്സസ് ആയി. എന്നാലും അത് ഒന്ന് ആലോചിച്ച്, 19 വയസ്സിലല്ലേ, നമുക്ക് ഒന്നും തന്നെ അറിയില്ല. എന്നാലും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവില്ല. അതും വീട്ടില് കൊച്ചിയിൽ പോവാണെന്ന് പറഞ്ഞിട്ട് നേപ്പാൾ വരെ പോവാ, അതും കയ്യിൽ പൈസ ഇല്ല. ആ ഒരു സ്ട്രെങ്ത് വന്നത് മേ ബി ഈ ഒരു വിഷമമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടും ആയിരിക്കും, അല്ലേ? അതെ, അങ്ങനെ അങ്ങ് പോയതാണ്. അവിടെ നിന്നാണ് നമ്മളുടെ ട്രാവലിംഗ് തുടക്കം. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, ഓൾ ഇന്ത്യ ആണ് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തിച്ചത്. പിന്നെ ഒരുപാട്, അതായത് തുടക്കം മുതൽ ആൾക്കാർ ഇങ്ങനെ ഫുള്ള് കാണുമായിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു. ഇനി അമ്മയുടെ അടുത്ത് ചോദിക്കട്ടെ, അവി വ്ളോഗ്സ് നമുക്കറിയാം, അവിനാഷ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കോണ്ടന്റ് ക്രിയേഷനിലൂടെ അറിയാം. ശരിക്കും അവിനാഷ് എങ്ങനെയാ വീട്ടില്?
സൈലന്റാ. സൈലന്റ് എന്ന് പറയുമ്പോ പാവം സൈലന്റ് ആണ്. ആയിട്ട് അങ്ങനെയാണ്. കാരണം വലിയ ബഹളങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ആളാണ്. പൊതുവെ പൊതുവെ പക്ഷെ വീഡിയോയില് ആള് നല്ലപോലെ സംസാരിക്കും. പിന്നെ എന്നെ കാണുന്നവരും ചോദിക്കും വീഡിയോ കാണുന്ന പോലെ അല്ല നേരിട്ട് കാണുമ്പോൾ എന്ന് പറയും. സൈലന്റ്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് എനർജി വേണ്ടേ. ഞാനപ്പം ക്യാമറയുടെ ഫ്രണ്ടിൽ അറിയത്തില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ സംസാരിച്ച് പോകുന്നുണ്ട്. പക്ഷെ നേരിട്ട് ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്കൊരു ചെറിയൊരു ചെറിയൊരു ഇൻവെർട്ടർ ആണെന്ന് അങ്ങനെ പറയാം. സൈലന്റ് ആണ്. പക്ഷെ നമ്മള് ഒന്ന് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. ശരി, നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ആവണമെന്നില്ലല്ലോ റിയൽ ലൈഫിൽ, അത് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ശരിക്കും കുട്ടി ചെറിയൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു പാവം കുട്ടിയാണ് അല്ലേ? അമ്മയുടെ അടുത്ത് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടാണ്. അതെ, ബെസ്റ്റ് ഫ്രണ്ട് ആണ് അമ്മ. അമ്മ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതെ, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അഡ്വൈസസ് ഒക്കെ കൊടുക്കുന്നത് അമ്മയാണോ? അവിനാഷ് ഏറ്റവും ലോ ആയിരുന്ന ടൈമില് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അമ്മയല്ലേ? അമ്മയുണ്ട്, പിന്നെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ എനിക്കൊരു അനിയനുണ്ട്. അവരെല്ലാരും കുറെ ആളുകളുണ്ടായിരുന്നു. സപ്പോർട്ടായിരുന്നു. അപ്പൊ അതില് ഷാരോണ്, ശ്രീകുട്ടൻ, ഇങ്ങനെ കുറെ പിള്ളേരൊക്കെ. അപ്പൊ അവരാണെങ്കിൽ ഒരു യാത്ര പോകാൻ വേണ്ടിട്ട് ഇരിക്കുവായിരുന്നു. അപ്പൊ എന്നെ കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് മറക്കാൻ വേണ്ടിട്ട് അവര് നിർബന്ധിച്ച് കൊണ്ടുപോയി. കാരണം എന്നോട് പറഞ്ഞമ്മ ഞങ്ങള് പോവാണ്, കാരണം അവിനാശിനെ ഒന്ന് ഇതാക്കി എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വന്നത്. അന്ന് ഉത്തരാഖണ്ഡ് മീൻസ് ജമ്മു ആൻഡ് കാശ്മീർ അവിടെ എല്ലാം പോയിട്ടാണ് വന്നത്. അപ്പൊ ഓക്കെ കുറച്ച് വ്യത്യാസം. യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ, അത് നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ചെയ്യുമ്പോൾ അല്ലേ? അതെ, ഞാൻ പിന്നെ അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഒരു നല്ലൊരു ഫീൽ ആയിരുന്നു. ഇപ്പൊ നമ്മൾ അമ്മയുടെ കാര്യം പറഞ്ഞു ലൈഫിൽ, അതുപോലെ എനിക്ക് തോന്നുന്നു അവിനാഷിന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ എന്താ അവിനാഷിന് ശരിക്കും തോന്നുന്നത്? സൗഹൃദം എന്ന് പറയുന്ന ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. കാരണം എന്നെ പല അവസ്ഥയിലും എന്നെ എന്താ പറയാ, ദൈവത്തെ പോലെ വന്ന ഒരു ഫ്രണ്ട്സും, പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മളെ അത്രയധികം സപ്പോർട്ടാണ് ചെയ്തത്. ഒരുപാട് എനിക്ക് പറയാൻ നന്ദി അവരോട് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് വീഡിയോയിൽ അവരോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത്രയും സപ്പോർട്ടാണ് നമ്മൾ ഡൗൺ ആയി നിന്നപ്പോഴൊക്കെ എനിക്ക് വന്നത്. കാരണം ഒരു മെസ്സേജ് ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കൊരു ഉള്ളിലൊരു സന്തോഷം വരും. അതെ, ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മുടെ അടുത്ത് ഓക്കെ ആണെന്ന് ചോദിക്കാൻ പോലും മനസ്സല്ലേ. അപ്പൊ ഞാൻ ആലോചിക്കും, ഇവർക്ക് ഇപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇപ്പം രാത്രിയിലൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും ഒരുപാട് ആളുകൾ. അപ്പം അത് ഇപ്പോഴും, കാരണം ഞാൻ വീഡിയോ അങ്ങനെ റെഗുലർ ആയിട്ട് പോലും ഇടുന്നില്ല. എന്നിട്ട് ഒരു എന്നെ ഓർത്ത് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, വീഡിയോ എന്താ ചെയ്യാത്തതെന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട്. അതെ, അതാണ് നമ്മള്. അപ്പൊ അവര് പറയുന്നത് ഞങ്ങളുടെ ഒരു അനിയനാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മോനാണ്. ആ ഒരു സാന്ദ്രതയിലാണ് വഴക്ക് പറയുന്നത്. കാരണം ആളൊന്ന് ആക്റ്റീവ് ആകണം, അവർക്ക് പഴയ അവിയെ കിട്ടണം, അതാണ് അവര് പറയുന്നത്. അതെല്ലാ വീഡിയോന്റെ താഴെ ഉണ്ട്. അത്രയും ആളുകള് അത് അക്സെപ്റ്റ് ചെയ്യുന്നോണ്ടാണ്. പിന്നെ അവിനാഷ് ഇരിക്കുന്ന കുറച്ച് വർഷങ്ങളില് മൊത്തത്തിലൊരു മാറ്റവും വന്നിട്ടുണ്ട്. മൊത്തത്തില് ഞാൻ ഒരു വർഷത്തോളം ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു. പുറത്തോട്ട് ആരോടും അങ്ങനെ കണക്ട് ഒന്നും ഇല്ല, സംസാരിക്കത്തൊന്നും ഇല്ലായിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പം അന്ന് അമ്മ അന്ന് ഇല്ലായിരുന്നു, വരാൻ പറ്റില്ല. അപ്പൊ അന്ന് എന്നെ കൂടുതലൊക്കെ നോക്കിയ അച്ഛൻ തന്നെ ആയിരുന്നു. നല്ലതുപോലെ എന്നെ എന്താ പറയുക, കുഞ്ഞുകുട്ടിയെ പോലെ അപ്പോഴും എന്നെ നോക്കിയിട്ടുള്ളത്. അതെ, അച്ഛൻ എനിക്ക് തോന്നുന്നത് അമ്മേനെ പോലെ തന്നെ നല്ല ചില്ലായിട്ടുള്ള. അങ്ങനെ അച്ഛൻ വരത്തില്ല, പക്ഷേ സപ്പോർട്ട് നന്നായിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഇപ്പം ഒന്നും നോക്കത്തില്ല, കൂടെ വരും, എന്തും ചെയ്തോളും, കുഴപ്പമില്ല. അതെ, മനസ്സിലായി. ഇപ്പൊ അവിനാഷിന്റെ ലൈഫിൽ കുറെ ടഫ് സിറ്റുവേഷൻസ് ഉണ്ടായത് നമ്മളെല്ലാവരും അറിഞ്ഞിരുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു ടഫ് സിറ്റുവേഷനിൽ അവിനാഷ് പഠിച്ചൊരു പാഠം എന്തായിരിക്കും? ഒരു ലെസൺ ഉണ്ടാവുമല്ലോ, നമ്മളുടെ ഒരു ലൈഫിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും, നമുക്കൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ വരും, ഇനി മൂവ് ഓൺ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരും. ആ ഒരു സിറ്റുവേഷനിൽ അവിനാഷ് പഠിച്ച ഏറ്റവും വലിയൊരു ലെസൺ എന്താ? അതായത് സമയം എന്ന് പറയുന്നത് നല്ല സമയമുണ്ട്, ചീത്ത സമയമുണ്ട്. അപ്പൊ ഈ ഒരു മോശം സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല സമയം വരും. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതൊക്കെ എൻ്റെ ലൈഫ് തീർന്നു, എനിക്ക് മുന്നോട്ട് ഇനി ഒന്നും ഇല്ല, അങ്ങനെ എന്താ പറയുക, ലൈഫൊക്കെ സൂയിസൈഡ് ചെയ്താലോ എന്നൊക്കെ ആലോചിച്ചായിരുന്നു. പിന്നെ പക്ഷേ ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പിന്നെ അതെ, നമുക്ക് പോലും അറിയാതെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് പിന്നെയും ചെയ്യാനുള്ള ഒരു ഇത് വരുന്നല്ലേ. അതെ, ഇപ്പൊ എനിക്ക് പിന്നെ കൂടുതൽ കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനിയും പോകാം, മുന്നോട്ട് പോകാം. അപ്പൊ ഇനിയെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാവുന്നേ ഉള്ളെന്ന ഒരു അവിനാഷ് പറഞ്ഞത് വലിയൊരു പോയിന്റ് ആണ്. കാരണം
എത്ര പേരാണെന്നറിയോ നമുക്കൊരു ടഫ് സിറ്റുവേഷൻ വന്ന് അവിടെ സ്റ്റോപ്പ് ആവുന്നേ. നമുക്ക് പിന്നെ എത്ര ആരൊക്കെ എന്ത് പറഞ്ഞാലും കരകയറാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ അവിനാഷ് പറഞ്ഞത് എക്സാക്ട് ഒരു പോയിന്റ് ആണ്. നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കുക. ആ ഒരു എനിക്കും പേടിയുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ഇത് വരുമോ. അപ്പൊ ഞാനിങ്ങനെ അവരോട് പറയാം എനിക്ക് നാട്ടിൽ പോകണം, നാട്ടിൽ വെപ്രാളമായിപ്പോയി. എന്താ അവസ്ഥയെന്ന് നമുക്ക് പറയാൻ പറ്റും, മനുഷ്യന്റെ കാര്യമല്ലേ. അങ്ങനെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, അതായത് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ കുറച്ചൊന്ന് പിടിച്ചു നിൽക്കുക. അത് കുറച്ച് നാൾ കഴിയുമ്പോഴേ അതൊക്കെ അങ്ങ് പോയിക്കോളും. അതെ, കുറച്ച് സമയം എടുക്കും. അതെ. പക്ഷെ സമയം എടുത്താലും അത് അതിന്റെ വഴിക്ക് അങ്ങ് വിടുക, അത് നമ്മൾ ഓക്കെ ആവും. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇതുപോലെ ടഫ് സിറ്റുവേഷൻ വരുമ്പോ ഇങ്ങനെ തളർന്നു നിൽക്കുന്നവരുണ്ട്. അവരൊക്കെ മുന്നേറട്ടെ അല്ലെ, ഇതുപോലെ ചെയ്ത് മുന്നേറും. എല്ലാവർക്കും ഇതൊരു പാഠമാണ്. അമ്മക്ക് എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് അവിനാഷ് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോ? സപ്പോർട്ട് അല്ലായിരുന്നു. സപ്പോർട്ട് അല്ലായിരുന്നു. അതില് പറഞ്ഞേ ആള് എവിടെ പോ. അപ്പൊ ഓരോരുത്തർ പറഞ്ഞു മോൻ വീഡിയോ ഇട്ടല്ലോ, നേപ്പാളിന് പോയി. അപ്പൊ ഞാൻ വിളിച്ച് എവിടെ പോവാ, ഞാനേ എറണാകുളം വരെ പോവാ, ജോലിക്ക് പോവാ. അപ്പൊ നേപ്പാളിൽ പോയി. അപ്പൊ ഞാൻ നേപ്പാളിൽ പോയോ, ഇല്ല ഞാൻ എറണാകുളത്ത്. ഞാൻ വേഗം ഇവിടെ വാ. അവ പറഞ്ഞു അപ്പോഴാണ് നേപ്പാളിൽ പോയി വീഡിയോ അങ്ങ് ഇട്ട്. കാര്യം എന്താ വെച്ചാൽ ഞാൻ AC മെക്കാനിക്കൽ പഠിച്ചായിരുന്നു. അപ്പൊ ആ ഒരു ഫീൽഡിൽ തന്നെ പോകാൻ പുറത്തോട്ടൊക്കെ ഇതായിരുന്നു അമ്മയുടെ അച്ഛന്റെ ഒക്കെ ആഗ്രഹം. അതായിരുന്നു. പക്ഷെ അത് ഞങ്ങളാരുമല്ല, സ്വന്തമായിട്ട് തന്നെ പോയി കമ്മീഷൻ കടയിൽ വെളുപ്പിനെ 3 മണിക്ക് പോയി അങ്ങനെ കിട്ടുന്ന പൈസയ്ക്ക് പോയി പഠിച്ച ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ ഒരാള് നമ്മൾ വെളിയിലൊക്കെ വിട്ടാൽ നല്ല ഇതായിരിക്കും. അപ്പൊ ഇപ്പൊ യൂട്യൂബിനകത്ത് ചാടി. ഇതിലാവുമ്പോ നമുക്ക് സന്തോഷമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ ചെയ്യുന്നേ. ആ സമയത്തൊന്നും ആർക്കും അറിയത്തില്ലല്ലോ യൂട്യൂബ് എന്താണ്, ഇതിന്റെ ഒരു ബാക്ക് സൈഡ് എന്താണ് എന്നുള്ളത് അറിയാൻ തുടങ്ങി. അതെ, ഇപ്പൊ എങ്ങനെയാണ് അമ്മയ്ക്ക്, ഇപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നത്? അന്ന് യൂട്യൂബ് ചാനൽ എങ്ങനെയെങ്കിലും വീഡിയോ ഇടാനാണ് പറയുന്നത്. വഴക്കാണ് വീഡിയോ കാരണം ഈ കമന്റ് കാണുമ്പോഴേ നമുക്കൊരു സന്തോഷമല്ലേ. എന്നിട്ട് പറയാ എളുപ്പം ഇട്, വേഗം വീട് തുടങ്ങും. വന്നിട്ട് ഓരോരുത്തർ പറയുന്നു ഒരു ശകല സമയം മതി, അതെങ്കിലും ഒന്നും വേണ്ട, ചുമ്മാ വന്ന് നിൽക്കുക അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിന് അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ അങ്ങനെയൊക്കെ പറയുന്നത്. അടുപ്പിച്ച് കുറെ വീഡിയോ ഇട്ടാ തീരാന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളു എനിക്ക്. പക്ഷെ അതും ഇപ്പൊ അങ്ങോട്ട് പറ്റുന്നില്ല. അതാണ് ഞാൻ ഇങ്ങനെ ഒരു അതെന്താ അറിയോ, നമുക്ക് ഒരു ബ്രേക്ക് വന്നാ പിന്നെ ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു ടൈം എടുക്കുമല്ലോ, അതാണ്. പക്ഷെ റീസ്റ്റാർട്ട് ചെയ്താ പിന്നെ പിന്നെ അവിനാഷിനെ നോക്കണ്ട. പിന്നെ അവി വ്ലോഗ്സ് എല്ലാ ദിവസവും വീഡിയോസ് ഇട്ട് ഞങ്ങള് ഇത് ഇന്ന് കൊറോണ ടൈമിലൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സമയം പോയത് ഈ അവിനാശിന്റെ വീഡിയോ കണ്ടിട്ടായിരുന്നു എന്നൊക്കെ ഒരുപാട് പേര് കമന്റ്. അതുപോലെ നമ്മളെ പേരൊന്നും എടുത്തു പറയാൻ പറ്റത്തില്ല, അത്ര ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെ, പലയിടത്തുനിന്ന് എന്നെ കാണാൻ വേണ്ടി കാസർഗോഡ് നിന്ന് വന്നിട്ടുണ്ട്. വെളുപ്പിനെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോ ഒരാള് ഈ ഇടയ്ക്ക് വന്നായിരുന്നു. പയ്യന് ഒന്നും അഡ്രസ് അറിയത്തില്ല, വീട് വെറും പേര് മാത്രം, ചെട്ടുളങ്ങരയെന്നറിയാം, വേറെ ഒന്നും അറിയില്ല. അത് വന്നിട്ട് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വെളുപ്പിന് 6 മണിക്ക് എന്നിട്ട് ഓട്ടോക്കാരോട് പറഞ്ഞു എനിക്ക് ഇതുപോലെ. അപ്പൊ അവര് ചോദിച്ചു ആ പയ്യൻ ഇല്ലെങ്കിൽ എങ്ങനെയാ, ഞാൻ കണ്ടാലും കണ്ടില്ലേലും എനിക്ക് ആ വീട്ടിലൊന്ന് പോണം. ഭാഗ്യത്തിന് അമ്മയുടെ ആങ്ങളുണ്ട്, മാമനാണ് ചായ കുടിക്കാൻ പോയത് റോഡിലായിരുന്നു. ആ ജംഗ്ഷനിൽ നിന്ന് കണ്ടു. അപ്പൊ തിരക്കി ആ ചായക്കട ചെന്ന് ചോദിക്കുന്നത് ആങ്ങളയോടാണ് ചോദിക്കുന്നേ, അവിനാഷിന്റെ അവി വ്ലോഗ്സിന്റെ വീഡിയോ എവിടെയാണെന്നാണ് ചോദിച്ചത്. അങ്ങനെ മാമൻ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നു ഇങ്ങനെ കാണിച്ചു. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനില് അതിന്റെ ഇടയ്ക്ക് ആരോ കാണിച്ചു, ഫോട്ടോ കാണിച്ചു. അപ്പം ചെട്ടുളങ്ങരയിൽ അറിയുന്ന ആരോ ഉണ്ട്, ആ ആളാണ് ഇന്ന ബസ്സിൽ കയറിയിട്ട് ഇന്നടുത്ത് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ആ ആള് ഇപ്പൊ ഈ കൊച്ചിന് ആ ചായക്കടയിൽ പോയിട്ട് എന്റെ ആങ്ങളോടാ ചോദിക്കുന്നത് അവി വ്ലോഗിന്റെ വീട് എവിടെയാണെന്ന്. ആങ്ങളെ കൊണ്ടുവന്നു വിളിച്ചാണെങ്കിൽ കണി കാണിക്കുന്ന അതിനെയാണ്. ക്രിസ്തുമസ് സമയത്താ. എന്നിട്ട് ഇവിടെ വന്ന് അവിടെ പോയി കേക്കൊക്കെ മേടിച്ചു തന്നിട്ടാ പോയത്. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു കണ്ണൂര് വരണേ, ഞങ്ങൾ പറഞ്ഞു പറശ്ശിനിക്കട വരുമ്പോ ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു പ്ലേസ് ഏതാ? ഇനി നമ്മൾ ഇത് ട്രാവൽ ചെയ്ത് ഇത് വ്ലോഗ് ആക്കണം എന്ന് തോന്നുന്ന ഒരു പ്ലേസ് ഏതായിരിക്കും? അത് സിക്കിം തന്നെയാണ്. കാരണം സിക്കിമിൽ വെച്ച് ഒരുപാട് മെമ്മറീസ് ഉള്ളതാണ്. അവിടുത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹമാണ്. അങ്ങനെയാണ് എന്നെ അവിടെ ചെന്നപ്പോ അവര് ട്രീറ്റ് ചെയ്തത്. അപ്പൊ അവര് കാണാറുണ്ടായിരുന്നു വീഡിയോസ് ഒക്കെ? ഇല്ല, അവര് കണ്ടിട്ട് പോലില്ല. നമ്മള് എന്നുവെച്ചാൽ അവിടുത്തെ ആൾക്കാരുടെ ബിഹേവിയർ അങ്ങനെയാണ്. അങ്ങനെയാണ്. അവിടെ ചെന്നിട്ട് ഒരു പനി വന്നു. നമ്മളൊക്കെ ആണെങ്കിൽ വേറൊരു രാജ്യത്ത് വരുന്ന ഒരാളിനെ നമ്മൾ വീട്ടിൽ കയറ്റത്തില്ല, നമ്മൾ സഹകരിക്കത്തില്ല. എനിക്കത് ഇപ്പഴും ഞാനത് ആലോചിക്കും. എന്ത് കൊച്ചിന്റെ പേര്? മോണിക്ക ചേച്ചി. മോണിക്കയല്ല, മറ്റേ ശിഖയുടെ വീട്ടിലല്ലായിരുന്നോ? വന്നു പറഞ്ഞത് ശിഖയാണ് ഇവിടെ വന്നത്. അപ്പൊ അത് ബാക്ക് പാക്കർ സുധി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആളുടെ ഒരു കോണ്ടാക്ട് വഴി നമ്മൾ ആ ഒരു വില്ലേജിലോട്ട് പോയതാ.
അതങ്ങ് മറ്റേ നോർത്ത് സിക്കിമിലാണ്, അങ്ങ് എൻഡിലാണ്. അപ്പോൾ അവിടെ പോയി ഇങ്ങനെ യാദൃശ്ചികമായിട്ട് ഈ ഒരു ഫാമിലിയെ കണ്ടു. അവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹമായിരുന്നു. ആൾക്ക് പനിയായിട്ട് 4 ദിവസം അവര് നോക്കി എന്നുള്ളത് ഒരു പരിചയം പോലും ഇല്ല. നമ്മളാണ് അങ്ങനെ ചെയ്യത്തില്ല. ഇല്ല. അപ്പൊ എനിക്കങ്ങ് അതിശയായി പോയി. ഇങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പൊ ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകും. ഞാനിപ്പോ ഒരു തവണ പോയതിനു ശേഷം 2-3-4 തവണ അവിടെ പോയിട്ടുണ്ട്. ഇതിന് അത് കാണാൻ വേണ്ടിട്ട് തന്നെ പോയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് പോയായിരുന്നു ഞാൻ അവിടെ. ഈ ഇടയ്ക്ക് പോയായിരുന്നു. അതെ. അതെ, എനിക്ക് തോന്നുന്നു ഇതാണ് നേരത്തെ പറഞ്ഞത്, ട്രാവലിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ആൾക്കാരെ കാണാം. അങ്ങനെ പുതിയ ആളുകളെ കാണാം, അതെ പുതിയ മെമ്മറീസ് ആണ്. പുതിയ സ്ഥലങ്ങൾ കാണാം. അതെ, അതുകൊണ്ട് തന്നെ കൊണ്ടോണം വേഗം എന്നാണ് അമ്മ പറയുന്നത് അല്ലേ? എനിക്കും കാണാം പുതിയ പുതിയ ആൾക്കാരേതല്ലേ. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ തന്നെ സാധിക്കട്ടെ. അത് നമുക്ക് വ്ളോഗിലൂടെ തന്നെ കാണാം അല്ലെ? കൊച്ചിയിലൊക്കെ പോവാറുണ്ട് അമ്മ? ഇല്ല, ഞങ്ങൾ നേരത്തെ ഒന്ന് പോയത്. അതല്ലേ പറഞ്ഞു ഞങ്ങള് ഇവരെ ഈ ചെറുപ്പത്തിൽ ഇടയ്ക്ക് ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ വെച്ചിട്ട്. അപ്പൊ അമ്മയും കൂട്ടിയിട്ടായിരുന്നു പോയത്. അപ്പൊ അമ്മ ഞാൻ ബാംഗ്ലൂർ പറഞ്ഞേ അവിനാശേ ഞാൻ ബാംഗ്ലൂർ കണ്ടിട്ടില്ല, എന്നെ കൊണ്ടുണ്ടോ. അപ്പം കണ്ണാപ്പൂവിനെ വിളിച്ചോണ്ട് പോകാനായിരുന്നു പ്ലാനിങ്. അപ്പൊ പിന്നെ അത് മാറ്റി ഞാനുമായിട്ട് പോയി. പക്ഷെ സ്ഥലമൊക്കെ കണ്ടപ്പോൾ അവിനാശേ ഞാൻ വരുന്നില്ല, അവിനാശ് ചോദിക്കും ഞാനിവിടെ സെറ്റില്ല. നമുക്ക് ബാംഗ്ലൂർ അങ്ങ് ഇഷ്ടപ്പെട്ടു. അതെ, അതെങ്ങനെയാണ്. പക്ഷെ എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ സ്ഥലത്തിൽ ആ ഒരു നാട്ടിൻപുറം വൈബും കുറെ കുട്ടികളും, പച്ചപ്പും അതെ, പച്ചപ്പും ഹരിതാഭേദവും ഒക്കെ. അത് നമ്മൾ സിറ്റിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെയാണ് ഇഷ്ടപ്പെടുക. അങ്ങനെയാണ്. ഞങ്ങളുടെ പണ്ട് ഇവരെ ചെറുപ്പത്തില് ന്യൂ ഇയറിന് ഇവരെ കൊണ്ടുപോയി ഞാൻ അവിടെ എറണാകുളത്ത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് കാണുന്നത് തന്നെ. അപ്പൊ ഈ ലൈറ്റ് ഒക്കെ നല്ല ഭംഗിയുണ്ടല്ലോ. അതെ, ഇനി എത്ര സ്ഥലങ്ങൾ പോവാൻ കിടക്കുന്നു നമ്മളല്ലേ. അതെ, അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ. ഇപ്പൊ അനിയന്റെ കാര്യം പറഞ്ഞല്ലോ, അനിയൻ എന്തായിരുന്നു ചെയ്യുന്നത്? അനിയനാണെങ്കിൽ പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് അവരൊരു ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് സ്റ്റാർട്ടപ്പ് നോക്കുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല. ഒന്നും ആയിട്ടില്ല. അപ്പൊ എന്തായാലും അവിനാശം ബിസിനസ്സിലേക്ക് പയ്യെ ഇറങ്ങിയിട്ടുണ്ട്. അതെ. അതിനി നമ്മൾ വീണ്ടും തുടരാൻ പോവുകയാണ്. കുറച്ച് എനിക്കൊരു മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ഒന്ന് സെറ്റ് ആക്കണം, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അത് തന്നെയാണ് പ്രേക്ഷകരുടെയും പരാതി. അത് നമ്മൾ സെറ്റ് ആക്കും അല്ലേ? ഉടനെ തന്നെ നമ്മൾ സെറ്റ് ആക്കും. അത് ശ്രമിക്കാതിരുന്നിട്ടല്ല, അത് ഓരോരോ പ്രശ്നങ്ങൾ അതിന്റെ ഇടയ്ക്ക് വരുമ്പോ എനിക്കത് ഇപ്പൊ ഫാമിലിയായിട്ട് ഞാൻ കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. അപ്പൊ അച്ഛനും അല്ല അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അറിയാതെ ടെൻസ്ഡ് ആയി പോകും. പിന്നെ ഒരു ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ട് പോകുമ്പോ പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യം ഇങ്ങനെ മുടങ്ങിപ്പോകും. അതിങ്ങനെ കുറെ നാളായിട്ട് മുടങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇനി അതൊന്നുമില്ല. ഇനി പെട്ടെന്ന് തന്നെ നമ്മളെല്ലാം സെറ്റ് ആക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരുടെ വാക്കിനെ നമ്മൾ മാനിക്കണമല്ലോ. തീർച്ചയായിട്ടും. ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ഇത് പറയുന്നത്. ഇപ്പൊ വഴക്കാണേ, കാരണം ഈ കമന്റ് നമ്മൾ വായിക്കല്ലേ. അപ്പൊ ഈ കമന്റ് വായിക്കുമ്പോ നമുക്ക് സന്തോഷം. കാരണം അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും വീഡിയോ ഇടുന്നത്. കാരണം അമ്മ കമന്റ്, ഞാൻ ഇപ്പം ചില വീഡിയോയുടെ കമന്റ് നോക്കില്ലേ പോലും അമ്മ ഫുള്ള് ഇരുന്ന് കമന്റ് എല്ലാം വായിക്കും. അപ്പൊ ഞാൻ ഓർക്കും ഞങ്ങൾ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും 10 ഇരട്ടിയാണ് ഇവൻ ആളുകൾ സ്നേഹിക്കുന്നത്. അപ്പൊ അതൊരു വലിയ കാര്യം തന്നെ. തീർച്ചയായിട്ടും. ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരിക്കും. എല്ലാരും കാണും. എല്ലാരും കാണും, എല്ലാരും നല്ല സ്നേഹമുള്ള ആളുകളാണ് ഈ ചുറ്റുപാടുള്ളവരൊക്കെ. ഇനി പണ്ട് കൊറേ വീഡിയോസ് ഇവിടെ അടുത്തുള്ളതൊക്കെ ഇങ്ങനെ ഇവിടെ ഉള്ള പിള്ളേരുണ്ട്. പിന്നെ അവർക്ക് ഇപ്പൊ വലുതായിരുന്നു, പിന്നെ അവരുടേതായിട്ടുള്ള ബിസി ഉണ്ട്. പിന്നെ നമ്മൾ അതിലോട്ട് പിന്നെ അങ്ങോട്ട് പിന്നെ പിള്ളേർ പഠിക്കണ്ടേ, നമ്മൾ ഇതിന്റെ പിന്നാലെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. +2 ആയി, 10-ലായി, എന്നെക്കാളും വലുതായി അവരൊക്കെ. അങ്ങനെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അവിനാഷിന് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ് എല്ലാ രീതിയിലും വന്നിരിക്കുന്നത്. ലുക്കിലാണെങ്കിലും ക്യാരക്ടർ വൈസ് ഒക്കെ മാറിയല്ലേ ആളൊരു 2 years കൊണ്ട് പോയി നേരിട്ട് കണ്ടിട്ട്. പിന്നെ ഞാൻ നേരത്തെ ഇത്രയും പോലും ആളുകളോട് സംസാരിക്കത്തില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ അതൊക്കെ മാറി, കൂടുതൽ സംസാരിക്കാനൊക്കെ തുടങ്ങിയല്ലേ. ഇപ്പൊ കുറച്ചുകൂടി ഇന്ററാക്ട് ചെയ്യാനൊക്കെ തുടങ്ങി. അത് കുറെ പേർക്ക് പറയാറുണ്ട്, യൂട്യൂബിലും റീൽസിലൊക്കെ നന്നായി സംസാരിക്കുന്നവരായിരിക്കും, ബട്ട് റിയൽ ലൈഫിൽ അത്രയും സംസാരിക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. ഇനി അവിനാഷിന്റെ ഒരു എയിം എന്തായിരിക്കും? ഒരു ബിസിനസ് ആണോ അതോ യൂട്യൂബ് തന്നെ സെറ്റ് ആക്കാന്നുള്ളതാണോ അവിനാഷിന്റെ ഏറ്റവും ഒരു ഡ്രീം എന്ന് പറയുന്നത്? ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സന്തോഷം തരുന്നത് എനിക്ക് യൂട്യൂബ് വീഡിയോ കൂടുതൽ ചെയ്യുമ്പോഴാണ്, ആളുകളുടെ കമന്റ് കാണുമ്പോഴൊക്കെയാണ്. അപ്പം ഞാൻ യൂട്യൂബ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്താണ് സന്തോഷം കിട്ടുന്നത്? എല്ലാം ഒന്ന് ബാലൻസ് ആക്കി പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി അവിനാഷിന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴാണ്. കുറച്ച് മനസ്സിനൊക്കെ കുറച്ച് ഇത് വരുമല്ലോ. യാത്ര ചെയ്യുമ്പോൾ പിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ. പിന്നെ നമ്മൾ വേറൊരു ലോകത്തിലേക്ക് പോവുക. അപ്പൊ ആ ഒരു മൈൻഡ് മാറി ഫ്രഷ് ആയി വരും. ഇപ്പൊ ആള് ഫ്രഷ് ആയിട്ടുണ്ട് അല്ലേ? അതെ, അപ്പൊ അങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമ്മേനെയും കൊണ്ട് ഇനി അമ്മ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാ സ്ഥലങ്ങളും പോകുന്നതാണ്, നമ്മൾ വ്ളോഗ് ഇടുന്നതാണ് അല്ലേ?
അമ്മയുടെ പേര് വത്സല. വത്സല. ഞാൻ അമ്മ 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 എന്ന് വിളിക്കുകയായിരുന്നു. ഓക്കെ, ആ. എനിക്ക് തോന്നുന്നു അമ്മേനെ ഇനിയും വീഡിയോസിൽ കാണിക്കണം. അമ്മ ശരിക്കും ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള ചില്ലായിട്ടുള്ള അമ്മയാണ്. അമ്മേനെ വീഡിയോസിൽ കണ്ടപ്പോ എനിക്ക് ഇത്രയും പോസിറ്റീവ്, ലൈക്ക് ഇത്രയും ചില്ലാന്ന് തോന്നിയിട്ടില്ല. ഇനി അങ്ങോട്ട് കൂടുതൽ ഞങ്ങൾ രണ്ടോട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. പലതും അതങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്യണം. ചെയ്തത്. അതെ, ഇനി ക്യാമറ ഇതുപോലെ തന്നെ സംസാരിച്ചാൽ മതി. അതെ. ഞാൻ ഇനി പിന്നെ അവിനാഷിനേക്കാളും ഫാൻസ് അമ്മയ്ക്കായിരിക്കും. അതെ അതെ തീർച്ചയായിട്ടും. അമ്മ ശരിക്കും ഇങ്ങനെയാണല്ലോ അല്ലെ? അമ്മ ലൈക്ക് ഇങ്ങനെ ശരിക്കും തന്നെയാ. ഇവിടെ എന്ന് എല്ലാവർക്കും വെച്ചാൽ എല്ലാവരുടെ ഇങ്ങനെ തന്നെയാണ്. അപ്പം ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പൊ അമ്മ ആദ്യമായിട്ടാണ് കാണുന്നത്. ശംഭു എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം പുറത്തുനിന്ന് വന്നേ ഉള്ളു. അപ്പൊ അമ്മ സംസാരിക്കുന്ന കേട്ടിട്ട് അവൻ തന്നെ ആലോചിച്ച് ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോന്ന്. അതെ അതേപോലെ അമ്മ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്. എല്ലാരോടും ഇങ്ങനെ തന്നെയാണ്. അതെ. മനുഷ്യരല്ലേ, ഇതൊക്കെയല്ലേ ഉള്ളൂ നമുക്ക്. ഇതല്ലേ നമ്മുടെ സന്തോഷം അല്ലേ? സന്തോഷം. നമ്മുടെ അടുത്ത് സംസാരിക്കാൻ നമ്മൾ തിരിച്ചു അങ്ങനെ സംസാരിക്കണം. അതെ. തീർച്ചയായിട്ടും. അമ്മേന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം എന്തായിരിക്കും? ഈ- എന്തിനും ചിരിച്ചുകൊണ്ട് നേരിടുക എന്നുള്ള. ആ, അതെന്ത് സുഖം പ്രശ്നം വന്നാലും വിഷമം വന്നാലും ചിരിക്കാന്നുള്ളതാണ്. അതാണ് ചിരിച്ചു നിൽക്കുക. ആ. അതെ, നമ്മള് അകത്ത് എന്താണെങ്കിലും നമ്മള് പുറത്ത് പോസിറ്റീവ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ വിഷമം നമ്മുടെ ഉള്ളിൽ കിടക്കട്ടെ, മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റട്ടെ അല്ലേ? അത് എന്ത് വന്നാലും നമ്മുടെ ക്യാരക്ടർ മാറാതിരിക്കുക. മീൻസ് അതില് വന്ന വഴി അത് തന്നെ മറക്കാതിരിക്കുക. അത് തന്നെ അത് തന്നെ. അവിനാഷ് ഇപ്പൊ എല്ലാ വീഡിയോസിന്റെയും ഫസ്റ്റ് തന്നെ പറയുന്നവര് ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാണ് അതെ. അല്ലേ? means ശരിക്കും ജെനുവൻ ആയിട്ട് തന്നെ. കുറച്ച് നാൾ മുമ്പാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ലായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഇപ്പൊ അവിനാഷിന്റെ ലൈഫിൽ കുറെ കോൺട്രവേഴ്സീസ് വന്ന സിറ്റുവേഷൻസ് ഉണ്ട്, ടഫ് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു അതിൽ പഠിച്ച പാഠം എന്താണെന്ന് അവിനാഷ് പറഞ്ഞു. പക്ഷെ ആ ഒരു ഓവർകം ചെയ്യുന്ന ആ ഒരു പ്രോസസ് ഇല്ലേ, അതൊരു ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതൊരു വലിയ പ്രോസസ്സാണ്. അത് ശരിക്കും എങ്ങനെയായിരുന്നു അത് ഓവർകം ചെയ്യാൻ പറ്റിയത്? അത് നമ്മളിങ്ങനെ എക്സ്പീരിയൻസിലൂടെ തന്നെ അത് മാറിയെടുക്കുന്നത്. പിന്നെ കുറേ യാത്രകൾ ചെയ്തായിരുന്നു ആ സമയത്ത്. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എന്തൊക്കെ നമ്മുടെ ഉള്ളിൽ ഞാൻ ചിരിക്കാൻ തുടങ്ങി. ഫ്രണ്ട്സിൻ്റെ കൂടെ ആകുമ്പോൾ നമ്മൾ ആ ഒരു സർക്കിൾ ആകുമ്പോഴത്തേക്കിനും നമ്മൾ ഹീലിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് ആയി തുടങ്ങി. പിന്നെ ഞാൻ പതുക്കെ പതുക്കെ ആ പഴയ കാര്യങ്ങളൊക്കെ മറന്നു തുടങ്ങി. മീൻസ് നേരത്തെ എനിക്കത് മറക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ യാത്രയിലൊക്കെ പുതിയ പുതിയ ആളുകളെയും പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എല്ലാം നോർമലായി. നമ്മൾ തന്നെ അങ്ങ് അത് അഡാപ്റ്റഡ് ആയി. പിന്നെ എനിക്ക് തോന്നുന്നു വി ഷുഡ് ട്രസ്റ്റ് ദ പ്രോസസ്. നമ്മൾ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഇത് നമ്മൾ ഒരു സമയം കൊടുക്കുക, അത് മാറിക്കോളും അല്ലേ? ഓവർകം ചെയ്യും. അത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പഠിച്ച പാഠം നമ്മളെ കൊണ്ട് പറ്റാതായിട്ട് ഒന്നും ഇല്ല, വിചാരിച്ചാൽ എല്ലാം പറ്റും. ആണല്ലേ? അതെ. അത് ഇത് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അവിനാഷ്. അത്രയും വലിയൊരു ടഫ് സിറ്റുവേഷൻ ഓവർകം ഞങ്ങൾക്കൊക്കെ ഭയമായിപ്പോയി. കാരണം ആ ഒരു സിറ്റുവേഷന് ആരായാലും സൂസൈഡ് ചെയ്യുന്ന ഒരു എനിക്ക് situation ആണ്. അന്ന് ഒന്നിനും പേടിയൊന്നുമില്ല. എന്ത് വന്നാലും കുഴപ്പമില്ല, നേരിടാവുന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അതൊക്കെ മാറിയിപ്പം. അതൊക്കെ മാറി. അപ്പൊ ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഒരു 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 സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് ഡൗൺ ആയി പോകും. down ആയി പോകും. ആ ഒരു സംഭവം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പൊ ഫുള്ളി മാറിയിട്ടുണ്ട്. അതെ. ആണല്ലേ? ആ ഒരു സിറ്റുവേഷനിൽ മാറാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഈ യാത്രകൾ തന്നെ. യാത്രകളും പിന്നെ നമ്മുടെ കൂടെയുള്ള ആളുകളാണ്, അതെല്ലാം നല്ല ആൾക്കാരാണ്. എല്ലാം നല്ല ആൾക്കാരാണ്. അതല്ലേ പറഞ്ഞ അവരൊക്കെ കൊണ്ടുപോയി കൊറേ യാത്രയൊക്കെ യാത്രകൾ ചെയ്തപ്പം ചെയ്തു. മീൻസ് mind കൂടെയുള്ളവരല്ല, നമ്മളല്ലാതെ മെസ്സേജ് ആയിട്ടും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ. പിന്നെ നമുക്ക് തന്നെ ഒരു ഇത് വേണല്ലോ, നമ്മൾ ഇതൊന്ന് ഓവർകം ചെയ്യണം, ചെയ്തേ അതെ. പറ്റൂ. അത് ഉറപ്പായിട്ടും. കാരണം ഇങ്ങനെ കുറേ നാളായിട്ട് പോയിട്ട് അധികമായിട്ട് അങ്ങനെ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാത്ത ആളായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഞാൻ പിന്നെ ഒരു അഡിക്റ്റഡ് ആയി പോയ പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ മുന്നിൽ അങ്ങനെ കഴിച്ചിട്ടൊന്നും പോകത്തൊന്നുമില്ല. അങ്ങനെ മീൻസ് ഡിവോഴ്സിന്റെ സമയത്താണെന്നെങ്കിൽ കഴിച്ചിട്ട് അമ്മയുടെ ഫ്രണ്ടിൽ പോയായിരുന്നു. അന്നത്തോടെ ഞാൻ ഇത് നിർത്തിയതാണ്. എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി. ഞാൻ പറയും ഇന്ന് ഇങ്ങനെ അന്നേരം പിന്നെ ഇല്ലമ്മ ഇതുകൊണ്ട് നിർത്തി പറഞ്ഞ സത്യമൊക്കെ ഞാൻ തന്നെ എൻ്റെ ലൈഫിന്റെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു തോന്നലാണ്. അപ്പൊ എനിക്കെല്ലാം തിരിച്ചു പിടിക്കണം. അങ്ങനെ സഡൻ ആയിട്ട് തന്നെ ഞാൻ അത് മീൻസ് ബിയർ കുടിക്കുന്നത്. പിന്നെ അതിനുശേഷം തൊട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് അന്ന് അമ്മേനെ അമ്മയുടെ മുന്നിൽ ഞാൻ ചെന്ന്, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അമ്മ എന്നെ കണ്ടു. അമ്മ കണ്ടപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഞാൻ കരഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലല്ലോ, ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം. എനിക്ക് ഭയങ്കര ഞാൻ കരഞ്ഞുപോയി. അപ്പൊ പറഞ്ഞു ഇല്ല അമ്മ ഇനി ഇല്ല എന്ന്. ഇങ്ങനെ ലാസ്റ്റ് ഡിവോഴ്സിന്റെ ആ ഒരു ഇതിൽ ഒപ്പിടാൻ പോയിട്ട് ഇനി ഇല്ലമ്മ ഞാൻ ചെയ്യത്തില്ല. അപ്പൊ ഓക്കെ ആണോ? ഓക്കെ. പിന്നെ അതിന്റെ ഉള്ളില് ഉണ്ട്, ഇനി ചുമ്മാതെ പറയുവാണോ എന്നറിയത്തില്ലല്ലോ. പക്ഷെ പിന്നെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. പിന്നെ അതിൽ നിന്ന് നമ്മള് തന്നെ പിടിച്ചു കയറി. അത് എനിക്ക് തോന്നുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അന്ന് അമ്മേനെ കണ്ടത് കൊണ്ട് അല്ലേ? പിന്നെ നമുക്കുള്ളിൽ അത് തോന്നി ഇനി ഇത് വേണ്ടാന്നുള്ളത്. കാരണം ഈ സ്വയം നമുക്ക് തന്നെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞാലും അങ്ങനെയല്ലല്ലോ തോന്നണ്ടേ സ്വയം ഒരു. പിന്നെ അച്ഛനും അമ്മയും അതുപോലെയാണ് എന്നെ നോക്കിയിട്ടുള്ളത്. ഭയങ്കര സങ്കടമായി. ഇപ്പോഴും എന്നെ അങ്ങനെയാണ് നോക്കുന്നത്. ഭയങ്കര സങ്കടമായി. അയ്യോ എനിക്കിത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഇതായിപ്പോയി. ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല.
ഇത് കണ്ടപ്പോ ഞാൻ എന്തോ അവിനാശേ ഇങ്ങനെ ഭയങ്കര അതെ അല്ല, ആ ഒരു ഹീലിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ് ആണ്. നമ്മൾക്ക് അത്രയും ടഫ് സിറ്റുവേഷൻസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. മനസ്സിലായി. പക്ഷെ അതിന്ന് നമ്മളിപ്പോ അത് ഓവർകം ചെയ്യുന്നുണ്ടല്ലോ. അമ്മയ്ക്ക് ഇപ്പോഴും അത് ഓർത്തിരിക്കുകയാണ് അമ്മ, അല്ലേ? ഭയങ്കര നമുക്കത് വല്ലാത്ത അതെ, മനസ്സിലായി. പക്ഷെ നമ്മൾ അതിന്നൊക്കെ ഓവർകം ചെയ്തു ഇപ്പൊ, അല്ലേ? പിന്നെ നമ്മൾ ഒത്തിരി ഒത്തിരി വ്യത്യാസമുണ്ട്. ദൈവത്തിന് നന്ദി. അതെ, ആകെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഒരു സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല, അതേ ഉള്ളൂ. അത് ഞാനിപ്പം റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. പക്ഷെ അത് എന്തായാലും ഉടനെ തന്നെ അത് സെറ്റ് ആവും, കിട്ടിയിരിക്കും. അതല്ലേ ഇത്രയും ലെങ്ത് വന്നതല്ലേ, ഉറപ്പാ. അതാ ഡബിൾ ഓക്കെ അപ്പൊ രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം. അപ്പൊ നമുക്ക് വീണ്ടും കാണാം, അല്ലേ?